ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിലെ സമാനപദം എന്ന് കേട്ടിട്ടില്ലേ? സമാനപദം ഈ ഒരു ഭാഗമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പദശുദ്ധി കംപ്ലീറ്റ് ആക്കിയതാണ്. ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ് പദശുദ്ധി. നമ്മൾ 10 ക്ലാസ് ആണ് ചെയ്തത്. 10 ക്ലാസ്സും ഒരു ക്ലാസ് PYQ ആണ് ചെയ്തത്. 11 ക്ലാസ് അങ്ങനെ. ഇനി സമാന പദത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ? നമ്മൾ എന്താണ് ആദ്യത്തെ വാക്ക് ഏതാണ് പഠിക്കാൻ പോകുന്നത്? അർത്ഥം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അർത്ഥം ശ്രദ്ധിക്കേട്ട. അർത്ഥം. ഈ അർത്ഥത്തിന്റെ മീനിങ് എന്താണ്? മീനിങ് മീൻസ് അർത്ഥം എന്താണ്? ഈ അർത്ഥത്തിന് ധനം എന്നൊരു മീനിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് വാക്കിന്റെ പൊരുൾ എന്നൊരർത്ഥം വരുന്നുണ്ട്. വാക്കിന്റെ പൊരുൾ, ആ വാക്ക് കൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത് എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പൊ അതേപോലെ ധനം എന്നും അർത്ഥം വരുന്നുണ്ട്, വാക്കിന്റെ പൊരുൾ എന്നും ഈ അർത്ഥത്തിന് അർത്ഥം വരുന്നുണ്ട്. എന്നാൽ അർദ്ധം എന്ന് പറഞ്ഞ ഈ വാക്ക് കേട്ടിട്ടില്ലേ? അർദ്ധം, ഇതിന്റെ അർത്ഥം എന്താണ്? ഈ അർത്ഥത്തിന്റെ അർത്ഥം എന്താണ്? പകുതി എന്നാണ് ഇതിന്റെ അർത്ഥം. ക്ലിയർ? പകുതി. അപ്പൊ ഈ കാണുമ്പോ സമാനമായിട്ട് തോന്നുന്ന രണ്ട് വാക്കുകൾ, അതായത് കാണുമ്പോഴല്ല പറയുമ്പോ, അർത്ഥം. പക്ഷെ അതിന്റെ മീനിങ്ങുകൾ വ്യത്യസ്തമാണ്. ക്ലിയർ ആയല്ലോ? ഇത്തരത്തിലുള്ള വാക്കുകളാണ് സമാന പദത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനലൻ. കേട്ടിട്ടുണ്ടോ? അനലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഗ്നി എന്നാണ് അനലൻ എന്ന വാക്കിന്റെ അർത്ഥം. എന്താണ്? അഗ്നി. എന്നാൽ അനിലൻ എന്ന് കേട്ടിട്ടുണ്ടോ? അനിലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കാറ്റ്. ക്ലിയർ? അപ്പോ എന്താണ്? അനലൻ, അഗ്നി, അനിലൻ, കാറ്റ്. ഇങ്ങനെയാണ് കേട്ടോ ഈ സമാന പദത്തിൽ വരിക. തെറ്റിക്കാൻ പാടില്ല. അടുത്ത വാക്കാണ് അമ്പ്. കേട്ടിട്ടുണ്ടോ? അമ്പിന്റെ മീനിങ് എന്താണ്? അമ്പിന്റെ മീനിങ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അസ്ത്രം. ക്ലിയർ? എന്നാൽ അൻപ് എന്നൊരു വാക്കുണ്ട്. അൻപിന്റെ അർത്ഥം എന്താ വരുന്നത്? അൻപിന് സ്നേഹം എന്നൊരർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ ദയ എന്നൊരർത്ഥം വരുന്നുണ്ട്. ക്ലിയർ ആയോ? അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് അംഗം. കേട്ടിട്ടില്ലേ? അംഗം. ഇങ്ങനെയാണ് കേട്ടോ, അംഗം. ഈ അംഗത്തിന്റെ അർത്ഥം എന്താണ്? ഈ അംഗത്തിന് യുദ്ധം എന്നർത്ഥം വരുന്നുണ്ട്, അടയാളം എന്നർത്ഥം വരുന്നുണ്ട്. അടയാളം, അതുപോലെ തന്നെ രംഗം. ഓക്കെ, എന്തൊക്കെയാണ് അർത്ഥം വരുന്നത്? യുദ്ധം, അടയാളം, അതുപോലെ തന്നെ രംഗം. യുദ്ധം, അടയാളം, രംഗം, അതൊക്കെയാണ് അംഗത്തിന്റെ അർത്ഥം. എന്നാൽ അങ്കണം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അങ്കണം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകെ. മുറ്റം എന്നാണ് അർത്ഥം. അങ്കണം, മുറ്റം. ഇനി വേറൊരു അംഗം കൂടിയുണ്ട്, ഈ അംഗത്തിന്റെ അർത്ഥം എന്താ വരുന്നത്? ഇതിനെന്താ? ഈ അംഗത്തിന് ഒരർത്ഥം അവയവം എന്നാണ്. അവയവം, അതുപോലെ തന്നെ വേറൊരു അർത്ഥം പ്രതിനിധി. ഓക്കെ, പ്രതിനിധി. അത് ആ രാജ്യസഭാംഗമായിരുന്നു എന്നൊക്കെ പറയില്ല. അപ്പൊ പ്രതിനിധി എന്നൊരർത്ഥമുണ്ട്, അവയവം എന്നൊരർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ 4 സെറ്റാട്ടോ പഠിച്ചത്. ഒരെണ്ണം നമ്മൾ പഠിച്ചത് ഏതാണ്? അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം അല്ലെങ്കിൽ വാക്കിന്റെ പൊരുൾ. ഈ അർത്ഥത്തിന്റെ മീനിങ് പകുതി. രണ്ടാമതായിട്ട് അനലൻ പഠിച്ചു. അനലന്റെ അർത്ഥം അഗ്നി എന്നാണ്. അനിലന്റെ അർത്ഥം കാറ്റ് എന്നാണ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് അമ്പിന്റെ അർത്ഥം എന്താണ്? അസ്ത്രം. അൻപിന്റെ അർത്ഥം സ്നേഹം, ദയ. അടുത്തതായിട്ട് നമ്മൾ പഠിച്ച അംഗത്തിന് യുദ്ധം എന്നർത്ഥം വരുന്നുണ്ട്, അടയാളം എന്നർത്ഥം വരുന്നുണ്ട്, രംഗം എന്നർത്ഥം വരുന്നുണ്ട്. അങ്കണമാണെങ്കിലോ മുറ്റം എന്നാണ് അർത്ഥം. എന്നാൽ ഈ അംഗത്തിന്റെ അർത്ഥം എന്താണ്? അവയവം എന്നർത്ഥമുണ്ട്, പ്രതിനിധി എന്നർത്ഥമുണ്ട്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണ്. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കട്ടോ. ഇങ്ങനെയുള്ള ഭാഗങ്ങള് നമുക്ക് തെറ്റിപ്പോവാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. അപ്പൊ നിങ്ങളത് പറഞ്ഞ് പഠിക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു 2-3-4 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്താൽ പിന്നെ അത് നിങ്ങൾക്ക് മാറിപ്പോവില്ല കേട്ടോ. എഴുതിയിട്ട് പഠിക്കാൻ പറ്റുന്നവര് എഴുതിയിട്ട് പഠിക്കുക. ഓക്കെ, എങ്ങനെയായാലും ഇത് പഠിച്ചു വെക്കണം. 5ാമത്തെ സെറ്റ് നമ്മൾ പറയുന്ന അടർ. കേട്ടിട്ടുണ്ടോ? അടർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടർ എന്ന് പറഞ്ഞാല് എന്താ വരുന്നത്? യുദ്ധം എന്നാണ് അർത്ഥം വരുന്നത്. അടർ.
യുദ്ധം. അടർ എന്ന വാക്കിന്റെ അർത്ഥം യുദ്ധം. എന്നാൽ അടൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അടൽ. അടലാവുമ്പോ എന്താണ്? അടൽ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. ക്ലിയർ ആയോ? എന്താണ്? അടർ, യുദ്ധം, അടൽ, ദുഃഖം. ക്ലിയർ ആണല്ലോ? ഇനി വേറൊരെണ്ണാണ് അല്ല്. കേട്ടിട്ടുണ്ടോ? അല്ല്. അല്ല് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇരുട്ട് എന്നാണ് കേട്ടോ. അല്ല് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. എന്നാൽ അല്ലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലൻ. അല്ലൻ എന്ന വാക്കിന്റെ അർത്ഥം ദുഃഖമാണ്. ക്ലിയർ? ഇനി അന്തരം. ഈ അന്തരം നോക്കൂ. ഈ അന്തരത്തിന്റെ അർത്ഥം എന്താണ്? അന്തരം. എന്താണ് അന്തരത്തിന്റെ അർത്ഥം? അന്തരം എന്ന് പറഞ്ഞാൽ എന്താ? വ്യത്യാസം. ക്ലിയർ? അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന അനന്തരം. അനന്തരം എന്ന് പറഞ്ഞാൽ എന്താ? അനന്തരം. അനന്തരം എന്ന് പറഞ്ഞാല് പിന്നീട്, അല്ലെ? അനന്തരം എന്താ ഉണ്ടായ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. ഇനി നെക്സ്റ്റ് ആന്തരം. ആന്തരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആന്തരം എന്ന് പറഞ്ഞാൽ എന്താ? അകത്തുള്ളത്, അല്ലെ? ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ ആന്തരം എന്നല്ലേ പറയുന്നത്. അപ്പൊ അകത്തുള്ളത്, അകത്തുള്ളത് എന്നാണ് ആന്തരം. ആന്തരം അകത്തുള്ളത് അല്ലെങ്കിൽ ഇടവേള എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സെറ്റ് നമ്മൾ പഠിക്കാൻ പോവാണ്. എന്താണ്? അംബുജം. അതെല്ലാവർക്കും അറിയുണ്ടാവും അല്ലെ? അംബുജം. അംബുജം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അംബുജം എന്ന് പറഞ്ഞാൽ താമരയാണ്. ക്ലിയർ? എന്നാൽ അംബുതി എന്ന് പറഞ്ഞാലോ? അംബുതി. അംബുതി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അംബുതി. അംബുതി എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നൊരർത്ഥം വരുന്നുണ്ട്, ഇരുട്ട് എന്നൊരർത്ഥം വരുന്നുണ്ട്. ക്ലിയർ ആയോ? അംബുതി. അപ്പൊ നോക്കി നോക്കൂ. നമ്മൾ 8 സെറ്റ് പഠിച്ചേ. അടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധമാണ്. അടൽ എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. 6ാമത്തെ സെറ്റില് അല്ല് എന്ന് പറഞ്ഞാൽ ഇരുട്ടാണ്. അല്ലൻ എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. 7 അന്തരം വ്യത്യാസം. അനന്തരം പിന്നീട്. ആന്തരം അകത്തുള്ളത്, ഇടവേള എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട്. അംബുജത്തിന്റെ മീനിങ് താമര എന്നാണ്. അംബുദിയുടെ അർത്ഥം സമുദ്രം എന്നും വരുന്നുണ്ട്, ഇരുട്ട് എന്നും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ 8 സെറ്റ് പഠിച്ചുട്ടാ. ഇത് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ എന്താ പര്യായങ്ങൾ ഇത് കഴിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാവും. കാരണം ഒരുപാട് പര്യായത്തിലും നമുക്ക് പഠിക്കാനുള്ള ഒരു വാക്കിന്റെ ഒരുപാട് അർത്ഥങ്ങളല്ലേ. അപ്പൊ ഇതിൽ ഒരർത്ഥം നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഓർമ്മ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ പര്യായമായിരിക്കും ചെയ്യുന്നത്. ക്ലിയർ? 9ാമത്തെ സെറ്റിലേക്ക് കടക്കുകയാണ്. അബ്ദം. അബ്ദം കേട്ടിട്ടില്ലേ? അബ്ദം. അബ്ദം എന്ന വാക്കിന്റെ അർത്ഥം എന്താ വരുന്നത്? ആണ്ട്. ആണ്ട്. അബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ആണ്ട്. എന്നാൽ അബ്ദി എന്ന് പറഞ്ഞാലോ? അബ്ദി. അബ്ദി എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്ദി. അബ്ദിയുടെ അർത്ഥവും സമുദ്രം എന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, 10ാമത്തെ സെറ്റ് നമ്മൾ പഠിക്കുന്നു. അപചയം. എന്താണ്? അപചയം. അപചയം എന്ന് പറഞ്ഞാൽ എന്താ? അപചയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നാശമാണ് അർത്ഥം. എന്നാൽ അപജയം എന്താണ്? അപജയം. അപജയത്തിന്റെ മീനിങ് എന്താണ്? തോൽവിയാണ് കേട്ടാ. അപജയം തോൽവിയും അപചയം നാശവുമാണ്. ക്ലിയർ? നെക്സ്റ്റ് 11ാമത്തെ സെറ്റ് അളി. കേട്ടിട്ടുണ്ടോ? അളി. അളി എന്ന വാക്കിന്റെ അർത്ഥം വണ്ട് എന്നാണ്. അളി വണ്ടാണ്. എന്നാൽ ആളിയോ? ആളി എന്ന വാക്കിന്റെ അർത്ഥം തോഴി എന്നാണ്. ആളി എന്ന് പറഞ്ഞാൽ തോഴി എന്നാണ് അർത്ഥം. 12ാമത്തെ സെറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. പഠിച്ചു വെക്കട്ടെ, അതൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ലല്ലോ, ഈ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ആഘാരം. എഴുതിയെടുത്ത് പഠിക്കട്ട. ആഘാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകൃതിയാണ്. ആഘാരത്തിന്റെ അർത്ഥം എന്താണ്? ആകൃതി. ക്ലിയർ? എന്നാൽ ഈ ആകാരാണെങ്കിലോ? ആഘാരം. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ വരിക? വീട് എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. വീട്. പിന്നെ ആഹാരം, അത് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ആഹാരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭക്ഷണം എന്നാണ്. ഭക്ഷണം. നെക്സ്റ്റ് ഒരു വാക്കും കൂടി എഴുതാൻ പോവാണ്. ആഘരം. ആഘരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആഘരം ഇരിപ്പിടമാണ്. ഇരിപ്പിടം. ഓക്കെ, അപ്പൊ ഇവിടെ ഇതായിട്ട് റിലേറ്റ് ചെയ്തല്ലെങ്കിലും ഒരെണ്ണം പറയാം. സൂകരം. സൂകരം. സൂകരം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പന്നി എന്നാണ്.
ക്ലിയർ ആയോ? അപ്പൊ 9ാമത്തെ സെറ്റ് നോക്കൂ. അബ്ദം, ആണ്ട്, അബ്ദി, സമുദ്രം. അപജയം, അപചയം നാശം, അപജയം തോൽവി. അളി എന്ന് പറഞ്ഞാൽ വണ്ട്, ആളി എന്ന് പറഞ്ഞാൽ തോഴി. ആഘാരം ആകൃതി, ആഘാരം വീട്, ആഹാരം ഭക്ഷണം, ആഘരം ഇരിപ്പിടം. ആഘരം ഇരിപ്പിടം. ക്ലിയർ? ആഘരം ഇരിപ്പിടം. അതിൽ നമ്മൾ ഒരെണ്ണം അർത്ഥം പഠിച്ചു. സൂകരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പന്നി. ക്ലിയർ? അപ്പൊ നമ്മളിപ്പോ 12 എണ്ണം പഠിച്ചു കേട്ടോ. 12 എണ്ണം അല്ല പഠിച്ചത്, 12 സെറ്റ് പഠിച്ചു. സമാന പദങ്ങള് 12 സെറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വാക്കുകളായി. എന്നാലും നമുക്ക് കുറച്ചും കൂടി നോക്കാം. കാരണം നമ്മളെല്ലാവരും ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കാര്യങ്ങൾ സ്പീഡിൽ പഠിച്ചുകൊണ്ടിരിക്കണം. വേഗം കുറെ കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, 13ാമത്തെ സെറ്റ്. അങ്കുരം കേട്ടിട്ടുണ്ടോ? അങ്കുരം. അങ്കുരം. അങ്കുരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുള എന്നാണ് കേട്ടാ. അങ്കുരം, മുള. എന്നാൽ അങ്കുടം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അങ്കുടം. അങ്കുടം എന്ന് പറഞ്ഞാൽ എന്താണ്? താക്കോലാണ് കേട്ടാ. താക്കോൽ. ക്ലിയർ ആയോ? അങ്കുരം, മുള. അങ്കുടം എന്താണ്? താക്കോലാണ്. അങ്കുടം, താക്കോൽ. ക്ലിയർ? 14ാമത്തെ സെറ്റ് നോക്കൂ. ആലാപനം കേട്ടിട്ടില്ലേ? ആലാപനം. ആലാപനം എന്ന് പറഞ്ഞാൽ എന്താ? പാട്ടുപാടൽ അല്ലെ? പാട്ടുപാടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആലാപനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് പറയാം? രാഗ വിസ്താരമാണ് ആലാപനം. ക്ലിയർ? എന്നാൽ ആലേപനം എന്ന് പറഞ്ഞാൽ എന്താ? ആലേപനം. ആലേപനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മരുന്ന് പുരട്ടലാണ്. മരുന്നു പുരട്ടൽ. ക്ലിയർ? മരുന്നു പുരട്ടൽ. ഇനി അഷ്ടം. അഷ്ടം എങ്ങനെയാണ് അഷ്ടം എന്ന് എഴുതുക? അവിടെ നിങ്ങൾ പദശുദ്ധിയും നിങ്ങൾക്ക് പ്രയോഗിക്കാം കേട്ടോ. അതായത് വാക്കുകളൊക്കെ എങ്ങനെ എഴുതുക പഠിക്കും കൂടി വേണേ. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 എന്നാണ് അർത്ഥം. ക്ലിയർ? എന്നാൽ അഷ്ടി എന്ന് പറഞ്ഞാലോ? അഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? അഷ്ടിക്ക് വകയില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഭക്ഷണം എന്നാണ് അഷ്ടിയുടെ അർത്ഥം വരുന്നത്. അഷ്ടി എന്താണ്? ഭക്ഷണം. നെക്സ്റ്റ്, അനുവാചകൻ. എന്താണ് അനുവാചകൻ? അനുവാചകൻ. അനുവാചകൻ എന്താണ് അതിന്റെ അർത്ഥം? കേൾക്കുന്നവനാണ് അനുവാചകൻ. കേൾക്കുന്നവൻ. ഓക്കെ, ക്ലിയർ? കേൾക്കുന്നവനാണ് അനുവാചകൻ. എന്നാൽ അനുവാദകനോ? അനുവാദകൻ. അനുവാദകൻ എന്താണ്? അനുവാദകൻ എന്ന് പറഞ്ഞാൽ പിൻതാങ്ങുന്നവനാണ്. പിൻതാങ്ങുന്നവൻ. പിൻതാങ്ങുന്നവനാണ് എന്ത്? അനുവാദകൻ. 13ാമത്തെ സെറ്റ് നോക്കൂ. അങ്കുരം, മുള. അങ്കുടം, താക്കോൽ. ആലാപനം പാട്ടുപാടൽ അല്ലെങ്കിൽ രാഗവിസ്താരം. ആലേപനം മരുന്നു പുരട്ടൽ. അഷ്ടം എന്ന് പറഞ്ഞാൽ 8 അഷ്ടി എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. അനുവാചകൻ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവനാണ്. അനുവാദകൻ എന്ന് പറഞ്ഞാൽ പിൻതാങ്ങുന്നവനാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ 16 സെറ്റ് കഴിഞ്ഞു. ഒന്നും കൂടി ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഓർത്ത് നോക്കാൻ ശ്രമിക്കട്ടെ. ഓരോ വാക്കും പറയാ, ഓർത്ത് നോക്കുക, എഴുതി വെക്കുക, പഠിക്കുക, ഇടയ്ക്കിടയ്ക്കെടുത്ത് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ മലയാളത്തിൽ ഒരു ടോപ്പിക് കംപ്ലീറ്റ് കഴിഞ്ഞാണ് സെക്കൻഡ് ടോപ്പിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 17ാമത്തെ സെറ്റ്. അനാമിക കേട്ടിട്ടുണ്ടോ? അനാമിക. അനാമിക. അനാമികയുടെ അർത്ഥം എന്താണ്? മോതിര വിരൽ എന്നൊരു അർത്ഥമുണ്ട് കേട്ടാ. മോതിര വിരൽ. അനാമിക മോതിര വിരൽ. മറ്റൊരർത്ഥമുണ്ട്. എന്താണ്? നാമമില്ലാത്തവൾ. നാമമില്ലാത്തവളും അനാമികയാണ്. ഓക്കെ, അടുത്തത് അനാമയം. അനാമയം. അനാമയം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? രോഗമില്ലായ്മയാണ് അനാമയം. രോഗമില്ലായ്മ. രോഗമില്ലായ്മയാണ് അനാമയം. ഇനി അനാമയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അനാമയൻ കേട്ടിട്ടുണ്ടോ? അനാമയൻ. അനാമയൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്.
അനാമയൻ ഈശ്വരനാണ്. ക്ലിയർ? അനാമയൻ ഈശ്വരൻ. ഓക്കെ, അനാമയൻ ഈശ്വരൻ. നെക്സ്റ്റ് 18ാമത്തെ സെറ്റ് അന്തം. ഈ അന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്തം. അന്തം എന്ന് പറഞ്ഞാൽ ഇരുളടഞ്ഞ. ഓക്കെ, ഇരുളടഞ്ഞ, അതാണ് ആ അന്തത്തിന്റെ അർത്ഥം. ഇനി ഒരു അന്ധത വരുന്നു. ഈ അന്തത്തിന്റെ അർത്ഥം എന്താണ്? അവസാനം. അന്തം, അവസാനം. ക്ലിയർ? നെക്സ്റ്റ് അതിഥി. കുറെ തവണ നമ്മള് പദശുദ്ധിയിൽ പഠിച്ചതാണ് അതിഥി. അതിഥി എന്ന് പറഞ്ഞാൽ എന്താ? വിരുന്നുകാരനാണ് അതിഥി. ഓക്കെ, വിരുന്നുകാരനാണ് അതിഥി. എന്നാൽ ഈ അതിഥി എന്താണ്? എഴുതി പഠിക്കണം കേട്ടോ. ഈ അതിഥി എന്താണ്? ദേവമാതാവാണ് ഈ അതിഥി. ഓക്കെ, ദേവമാതാവ്. എവിടെയോ കാലൻ എന്നൊരർത്ഥം കൂടി ഉണ്ടെന്ന് കേട്ടു. ഓക്കെ, അടുത്ത വാക്ക് 20ാമത്തെ സെറ്റ് അജം. അജം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആട്. ഗജം എന്ന ഒരു വാക്കിന്റെ അർത്ഥം എന്താണ്? ഗജം എന്ന് പറഞ്ഞാൽ ആന. അജ ഗജാന്തര വ്യത്യാസം എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ അജം ആട്, ഗജം ആന. അപ്പൊ 17ാമത്തെ നോക്കൂ, അനാമിക, മോതിര വിരൽ, നാമമില്ലാത്തവൾ എന്നൊക്കെയാണ് അർത്ഥം. അനാമയത്തിന്റെ അർത്ഥം എന്താണ്? രോഗമില്ലായ്മ. അനാമയൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. നെക്സ്റ്റ് അന്ധം, ഇരുളടഞ്ഞ. അന്തം, അവസാനം. അടുത്ത സെറ്റ് അതിഥി, വിരുന്നുകാരനാണ്. ഈ അതിഥി ആണെങ്കിൽ ദേവമാതാവ്, കാലൻ എന്നൊക്കെ അർത്ഥമുണ്ട്. 20ാമത്തെ സെറ്റ് നോക്കൂ, അജം എന്ന് പറഞ്ഞാൽ ആടാണ്, ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ്. ഓക്കെ, അപ്പൊ 20 സെറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഒരു 25 സെറ്റ് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, 25 സെറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 75 വേർഡ്സോളം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലതൊക്കെ 2 എണ്ണം, ചിലത് 3 എണ്ണം ഒക്കെ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 21ാമത്തെ വേർഡ്സിലേക്ക് പോവാണ് നമ്മള്. അഘം. അഘം എന്ന് പറഞ്ഞാൽ എന്താണ്? അകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉൾവശമാണ് അല്ലെ? അകം എന്ന് പറഞ്ഞാൽ ഉൾവശം. ഇനി അക്കം എന്ന് പറഞ്ഞാലോ? അക്കം എന്ന് പറഞ്ഞാൽ എന്താ? അറിയാം, സംഖ്യയാണ് അക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ഈ അകം എന്താണ്? ഇങ്ങനെ ഒരു അകമുണ്ട്. ഈ അകത്തിന്റെ അർത്ഥം എന്താണ്? പർവ്വതം എന്നാണ് കേട്ടോ. ആ അകത്തിന്റെ അർത്ഥം എന്താണ്? പർവ്വതം. അങ്ങനെയാണെങ്കിൽ അഹം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഹം എന്ന് പറഞ്ഞാൽ ഞാൻ. അഹംഭാവം കേട്ടിട്ടില്ലേ? അഹം എന്ന് പറഞ്ഞാൽ ഞാനാണ്. ഓക്കെ, നെക്സ്റ്റ് അക്ഷി. അക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണാണ് കേട്ടോ. അക്ഷണ്ട്, അക്ഷം, അക്ഷം. അക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചുതണ്ടാണ്. ഭൂമിയുടെ അച്ചുതണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചുതണ്ടാണ്. 23ാമത്തെ സെറ്റാണ് അങ്കുലി. അങ്കുലി. അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലാണ്. കേട്ടിട്ടില്ലേ? അങ്കുലി പരിമിതം എന്ന് കേട്ടില്ലേ? നെക്സ്റ്റ് അങ്കുലീയം. അങ്കുലീയം. അങ്കുലീയത്തിന്റെ അർത്ഥം എന്താണ്? മോതിരം. അങ്കുലീയത്തിന്റെ അർത്ഥം എന്താണ്? മോതിരം. ഓക്കെ, അപ്പൊ നോക്കൂ, 21ാമത്തെ സെറ്റ് അകം ഉൾവശം, അക്കം സംഖ്യ, അകം പർവ്വതം, അഹം ഞാന്. 22ാമത്തെ സെറ്റ് അക്ഷി കണ്ണ്, അക്ഷം അച്ചുതണ്ട്. 23ാമത്തെ സെറ്റ് അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലും, അങ്കുലീയം എന്ന് പറഞ്ഞാൽ മോതിരവുമാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ 24ാമത്തെ സെറ്റിലേക്ക് പോവാണ്. അചിരം. കേട്ടിട്ടുണ്ടോ? അചിരം. അചിരം എന്ന് പറഞ്ഞാൽ ക്ഷണികം എന്നാണ് അർത്ഥം. ക്ഷണികം. ഓക്കെ, ഈ അചിരം എന്ന് പറഞ്ഞാലോ വേറൊരു അചിരത വരുന്നു. ഈ അചിരം എന്താണ് അർത്ഥം? ഈ അചിരത്തിന്റെ അർത്ഥം മുറ്റം എന്നാണ്. ക്ലിയർ? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് 25ാമത്തെ സെറ്റാണ് അപദാനം. അപദാനം. അപദാനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
അപദാനം എന്ന് പറഞ്ഞാൽ കീർത്തിയാണ് കേട്ടോ. അപദാനം എന്ന് പറഞ്ഞാൽ കീർത്തിയാണ്. എന്നാൽ അപവാദം ഉണ്ടല്ലേ, അപദാനം കീർത്തിയാണ്, അപവാദം എന്താണ്? അപവാദം. അപവാദം എന്ന് പറഞ്ഞാൽ പരദൂഷണമാണ്, പരദൂഷണം. അപ്പൊ നമ്മൾ ഇന്ന് 25 സെറ്റാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, 24 നോക്കൂ. അജിരം. അജിരം എന്ന് പറഞ്ഞാൽ ക്ഷണികം. ഈ അജിരത്തിലേക്ക് വരുമ്പോൾ മുറ്റം എന്നാണ് അർത്ഥം. അടുത്ത 25ാമത്തെ സെറ്റ് അപദാനം. അപദാനത്തിന്റെ അർത്ഥം കീർത്തി. അപവാദം. അപവാദത്തിന്റെ അർത്ഥം പരദൂഷണം. ഓക്കെ, ക്ലിയർ. അപ്പൊ നമ്മൾ ഇന്ന് 25 സെറ്റ് സമാന പദങ്ങളാണ് പഠിച്ചത്. തുടർന്നുള്ള ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ഏകദേശം ഒരുപാട് വാക്കുകൾ പഠിക്കാനുണ്ട്, സെറ്റുകളായിട്ട് പഠിക്കാനുണ്ട്. അത് നമ്മൾ വേഗം തീർക്കും. എന്നിട്ട് അതിലത്തെ PYക്കും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് ക്ലാസ് ഉപയോഗപ്പെടുത്തുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.